മലബാറിലെ മുസ്ലിങ്ങളും ഇടതുപക്ഷവും എന്ന വിഷയത്തിൽ കണ്ണൂരിൽ CPIM സംഘടിപ്പിച്ച മുസ്ലിം ന്യൂനപക്ഷ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ടായിരുന്നു പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. കേരള സമൂഹത്തിന് മുസ്ലിം സമുദായം നൽകിയ സംഭാവനകൾ ഉയർത്തിക്കാട്ടി പ്രസംഗം ആരംഭിച്ച പിണറായി കേരളത്തിലെ മുസ്ലിം സംഘടനകൾ സമുദായ പിന്തുണ അധികാരത്തിലെത്താനുള്ള മാർഗമായാണ് ഉപയോഗിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. മതേതരത്തെ എതിർക്കുന്ന നിലപാടാണ് ജമാഅത്തെ ഇസ്ലാമിയുടേത്. വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ പുതിയ മുഖംമൂടിയാണ്. RSSന്റെ ഹിന്ദു രാഷ്ട്രം പോലെ ഇസ്ലാമിക രാഷ്ട്ര സങ്കല്പം മുന്നോട്ട് വെക്കുന്ന ജമാഅത്തെ ഇസ്ലാമി, ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയ അജണ്ടകള് ശക്തമായി എതിർക്കേണ്ടതായിട്ടുണ്ട്. അവരിപ്പോ ഒരു മുഖംമൂടി ഇട്ടുകൊണ്ട് വരുന്നുണ്ട്. വെൽഫെയർ പാർട്ടി എന്നൊരു മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് അവര് ഇപ്പോ രംഗത്ത് വരുന്നത്. ഉദ്ദേശം തങ്ങളുടെ അജണ്ട നടപ്പാക്കൽ തന്നെയാണ്. SDPIയുടേതും ഇതേ നിലപാട് തന്നെയാണ്. ഫാസിസ്റ്റ് രീതിയാണ് ഇവർ തുടരുന്നത്. ഈ രണ്ട് വിഭാഗത്തെയും കേരളീയ സമൂഹം ശക്തമായി എതിർക്കണം. വർഗപരമായ ഐക്യത്തിനാണ് CPIM എക്കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ച NDF എന്ന് പറയുന്ന വിഭാഗം അവരിപ്പോ SDPI എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിശക്തമായ രീതിയിൽ തീവ്രവാദപരമായ ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. ന്യൂനപക്ഷത്തിന് മതനിരപേക്ഷമായ ഒരു സമൂഹം ആവശ്യമാണ്. വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുന്ന സമീപനമാണ് ലീഗും കോൺഗ്രസും തുടരുന്നതെന്നും പിണറായി കുറ്റപ്പെടുത്തി. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി, TK ഹംസ, PT റഹീം, ഡോക്ടർ ഫസൽ ഖഫൂർ, KT ജലീൽ MLA തുടങ്ങിയവരും സെമിനാറിൽ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനമാക്കി സംസാരിച്ചു. മീഡിയ 1 കണ്ണൂർ.